പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം കുറഞ്ഞു. നേരത്തെ 3000 ചില്ലുവാൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ 2800-ലേക്ക്. ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം വീണ്ടും കുറയുകയാണ്. തിരുവനന്തപുരത്ത് CP ജോൺ വീണ്ടും ലീഡ് ചെയ്യുന്നു. UDF സ്ഥാനാർത്ഥി CP ജോൺ തിരുവനന്തപുരത്ത് ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് BJP വിജയിക്കുമോ എന്ന വലിയ ആകാംക്ഷ നിൽക്കുകയാണ്. അവിടെ ഇതാ വീണ്ടും CP ജോൺ ലീഡ് ചെയ്യുന്നു. 19-ൽ 11 റൗണ്ട് പൂർത്തിയാകുമ്പോൾ തിരുവനന്തപുരത്ത് കേവലം 745 വോട്ടിന്റെ ലീഡാണ്. 745 ആണ്, 1000-ൽ താഴെയാണ്. തൊട്ടുപിന്നിൽ താനൂരിൽ 16000-ൽ പരം വോട്ടുകൾക്ക് PK നവാസ് ലീഡ് ഒരു നമ്പർ വിട്ടുപോയതാണ്. കുഴപ്പമില്ല. 16095 വോട്ടുകൾ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. 1690 16,000-ൽ പരം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നതാണ് വാർത്ത. മാഹിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. അവിടെ ഇടതിന് ആശ്വാസമുണ്ട്. മാഹിയിൽ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ LDF സ്ഥാനാർത്ഥിയായ T അശോക് കുമാർ വിജയിച്ചിരിക്കുകയാണ്. മാഹിയിൽ LDF-ന് ഭരണമില്ലാത്തതുകൊണ്ട് അവിടെ ഭരണവിരുദ്ധ വികാരമില്ല. അതുകൊണ്ടാണ് ഈ CPM-ഉം CPI-യും നോക്കുമ്പോൾ CPM-നേക്കാൾ മെച്ചപ്പെട്ട നിലയിലാണ് CPI-യുടെ സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. 9 നിലവിൽ ലീഡ് ചെയ്യുന്നുണ്ട്. CPI അത്ര മോശമാക്കിയില്ല. CPM-നാണ് വലിയ തിരിച്ചടി നേരിട്ടത്. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും, പാർട്ടിയുടെ ഉരുക്കു കോട്ടകളിൽ പോലും വോട്ടുകൾ ഒലിച്ചുപോയി. കുതിച്ചു വരുന്നത്